കേരളത്തിലെ പ്രധാന വ്യവസായ സ്ഥാപനമായ കിറ്റക്സ് ഗ്രൂപ്പിന്റെ മേധാവി സാബു ജേക്കബ് ചെന്നുപെട്ട ഒരു കുരുക്കാണ്. ആ കുരുക്കിന്റെ വിശദാംശങ്ങൾ ഓരോ ദിവസം കഴിയുന്തോറും പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം വാങ്ങിയിരിക്കുന്നത്, അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥാപനം വാങ്ങിയിരിക്കുന്നത് 25 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടാണ്. ആ 25 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് നൽകിയത് എന്ന് വിശദീകരിക്കാൻ അദ്ദേഹത്തിന് ബാധ്യതയുണ്ട്. എന്തുകൊണ്ട്? അദ്ദേഹം കേവലം ഒരു വ്യവസായി മാത്രമല്ല, അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് കൂടിയാണ്. 2020യുടെ നേതാവ് കൂടിയാണ്. 2020യുടെ പ്രധാനപ്പെട്ട വാദം എന്താണ്? കേരളത്തിൽ ഇടതുമുന്നണിയുണ്ട്, വലതുമുന്നണിയുണ്ട്, UDF ഉണ്ട്. രണ്ടും കണക്കാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, കേരളത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും അഴിമതിയിൽ പൂണ്ട് കിടക്കുകയാണ്. ആ നേതാക്കളെല്ലാം, അവരുടെ നേതാക്കളെല്ലാം അഴിമതിക്കാരാണ്. ഇതാണ് 2020യുടെ പ്രധാന വാദം. 2020യുടെ എല്ലാ പൊതുയോഗങ്ങളിലും പറയുന്നതും അത് തന്നെയാണ്. ഈ രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, രാജ്യത്തെ, സംസ്ഥാനത്തെ കൊള്ളയടിക്കുകയാണ് എന്ന്. അങ്ങനെ പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവായ സാബു ജേക്കബ് സ്വാഭാവികമായും അദ്ദേഹം ചില കാര്യങ്ങൾ വിശദീകരിക്കാൻ ബാധ്യസ്ഥനാണ്. 25 കോടി രൂപയുടെ ബോണ്ട് വാങ്ങിയിട്ട് ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് നൽകി എന്ന്. ഇനിയിപ്പോൾ ഇതിനൊരു മറുപുറമുണ്ട്. അദ്ദേഹം ഒരു വ്യവസായിയാണ്. വ്യവസായി എന്ന നിലയിൽ അദ്ദേഹത്തിന് 25 കോടി രൂപയുടെ അല്ല, 1000 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കാം. അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് വേണമെങ്കിലും അദ്ദേഹത്തിന് നൽകാം. അത് അദ്ദേഹത്തിന്റെ സംഭാവനയാണ്. അത് ചോദ്യം ചെയ്യാൻ കഴിയില്ല. നിയമപരമായി മാത്രമാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. അദ്ദേഹം പ്രവർത്തിച്ചതിൽ യാതൊരു തെറ്റുമില്ല. നിയമപരമായി അദ്ദേഹം ചെയ്ത ഒരു പ്രവൃത്തിയാണത്. അതിൽ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കാൻ ആർക്കും കഴിയില്ല. പക്ഷേ അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവ് കൂടി ആയതുകൊണ്ടാണ് ഈ ചോദ്യം അദ്ദേഹത്തിന് മുന്നിലേക്ക് ഉയർന്നു വരുന്നത്. അദ്ദേഹം അതുകൂടി കണക്കിലെടുത്ത് ഈ ബോണ്ട് ആർക്ക് കൊടുത്തു എന്ന് വ്യക്തമാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഇതിന് മറ്റൊരു വശമുണ്ട്. കിറ്റക്സ് ഗ്രൂപ്പ് എപ്പോഴൊക്കെയാണ് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയത്? 2 തീയതികളാണ്. ആ 2 തീയതികളും തെലങ്കാനയിൽ അദ്ദേഹത്തിന്റെ മെഗാ പ്രൊജക്റ്റ് ഉണ്ട്. കേരളത്തിലെ സർക്കാരുമായി അടികൂടി, വ്യവസായ മന്ത്രിയുമായി അടികൂടി, വലിയ വിവാദമുണ്ടാക്കി അദ്ദേഹം തെലങ്കാനയിലേക്ക് പോയൊരു പോക്കുണ്ട്. വ്യവസായം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് 3500 കോടിയുടെ നിക്ഷേപം തെലങ്കാനയിലേക്ക് ഞാൻ പോവുകയാണ്, കേരളത്തെ ഉപേക്ഷിക്കുകയാണ്, കേരളത്തിൽ ആ വ്യവസായം തുടങ്ങാൻ ഞാൻ ആഗ്രഹിച്ചതാണ്, അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയതാണ്, കേരളത്തിൽ ഒരു വ്യവസായ സ്ഥാപനവും നടത്താൻ കഴിയില്ല, കേരളം വ്യവസായ സൗഹൃദമല്ല, കേരളത്തിലെ വ്യവസായികളെ പീഡിപ്പിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം തെലങ്കാനയിലേക്ക് പോയത്. 3500 കോടി രൂപയുടെ നിക്ഷേപം ഞാൻ ഇതാ തെലങ്കാനയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചിട്ടാണ് അദ്ദേഹം പോയത്. അദ്ദേഹത്തെ എതിരേൽക്കാൻ വിമാനം വന്നതും, വിമാനത്തിൽ കയറി തെലങ്കാനയിലേക്ക് പോയതും, തെലങ്കാനയിലെ മന്ത്രിമാർ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതുമായ വലിയ വാർത്തകളായി വന്നിരുന്നു. ഒന്നാം പിണറായി സർക്കാരിന്റെ ആദ്യകാലത്ത് തന്നെ. ഒന്നാം പിണറായി സർക്കാരിന്റെ ഏറ്റവും ആദ്യത്തെ കല്ലുകടിയായിരുന്നു അത്. അതല്ലെങ്കിൽ സർക്കാരിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ വിവാദമായിരുന്നു അത് എന്നതും നാം മറന്നുപോയിട്ടില്ല. അങ്ങനെയാണ് അദ്ദേഹം തെലങ്കാനയിലേക്ക് പോകുന്നത് 3500 കോടി രൂപയുടെ നിക്ഷേപവുമായിട്ട്. തെലങ്കാനയിലെത്തി അദ്ദേഹം അവിടെ ഫാക്ടറി ആരംഭിച്ചു. ആ ഫാക്ടറി ആരംഭിക്കുന്നതിന്റെ ഓരോ ഘട്ടവും ഇദ്ദേഹം ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ച തീയതിയും തമ്മിൽ നല്ല ബന്ധമുണ്ട് എന്നതാണ്. 2 തവണയാണ് അദ്ദേഹം ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ചിരിക്കുന്നത്. അത് ഒന്ന് 2023 ജൂലൈ 5-ന് 9 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട്. രണ്ടാമത്തത് ഒക്ടോബർ 12-ന് 16 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട്. ഒന്നാമത്തെ ഡേറ്റ് ജൂലൈ 5 9 കോടി രൂപ, ഒക്ടോബർ 12 16 കോടി രൂപ. നോക്കണം, ജൂലൈ 5-നാണ് അദ്ദേഹം ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയത് എന്ന് പറഞ്ഞല്ലോ. ജൂൺ 27-നാണ് അദ്ദേഹത്തിന്റെ പദ്ധതിയുടെ 1ാം ഘട്ട പ്രഖ്യാപനം ഉണ്ടാകുന്നത്. ജൂലൈ 5-നാണ് വാങ്ങിയത്, ജൂൺ 27-ന് പ്രഖ്യാപനമുണ്ടാകുന്നു. ജൂൺ 27-ന് പ്രഖ്യാപനമുണ്ടായി ദിവസങ്ങൾ കഴിയുമ്പോഴാണ് അദ്ദേഹം ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയത് എന്നോർക്കണം. ആ ഇലക്ട്രൽ ബോണ്ട് എങ്ങോട്ടാണ് പോയിട്ടുള്ളത് എന്ന് സ്വാഭാവികമായി നമുക്ക് ഒരു നിഗമനത്തിൽ എത്താൻ കഴിയും. അത് BRSൽ തന്നെയായിരിക്കും എന്ന്. ജൂൺ 27-ന് തെലങ്കാന വ്യവസായ വകുപ്പിന്റെ കൂടി ചുമതല വഹിക്കുന്ന KT രാമറാവുവാണ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിലൂടെ ആദ്യമായി ഈ ടെക്സ്റ്റൈൽ പാർക്ക് പ്രഖ്യാപിക്കുന്നത്. വാറങ്കലിൽ 1350 കോടി രൂപയുടെ മെഗാ ടെക്സ്റ്റൈൽ പാർക്ക്, വാറങ്കൽ കാക്കാത്തിയ മെഗാ ടെക്സ്റ്റൈൽ പാർക്ക് ആരംഭിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട നിക്ഷേപം സാബു ജേക്കബിൻ്റെതാണ്, കിറ്റക്സിൻ്റെതാണ് എന്ന പ്രഖ്യാപനം വരുന്നത് ജൂൺ 27-നാണ്. അത് കഴിഞ്ഞ് 7 ദിവസം കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കുന്നത് ജൂലൈ 5-ന് എന്നോർക്കണം. സ്വാഭാവികമായി അത് എങ്ങോട്ട് പോയി, എന്തുകൊണ്ടാണ് BRSലേക്ക് തന്നെ പോയിരിക്കുന്നു എന്ന് പറയാൻ കാരണം BRS ആണ് ഏറ്റവും കൂടുതൽ ഒരു പ്രാദേശിക പാർട്ടി എന്ന നിലയിൽ, ഒരു സംസ്ഥാനത്ത് മാത്രം ഭരണം നടത്തുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന BRSനാണ് 1000 കോടിയിലേറെ രൂപയുടെ ബോണ്ട്, ഇലക്ട്രൽ ബോണ്ട് ലഭിച്ചത് എന്നുകൂടി കണക്ക് കൂട്ടുമ്പോഴാണ് ഈ 9 കോടി പോയത് എങ്ങോട്ടാണ് എന്ന നിഗമനത്തിലെത്താൻ. ഇനിയിപ്പോൾ നോക്കൂ, മറ്റൊരു ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റ് എപ്പോഴാണ്? ഒക്ടോബർ 12-ആണ്.
ഒക്ടോബർ 12-നാണ് അദ്ദേഹം എന്ന് വെച്ചാൽ കിറ്റക്സ് ഗ്രൂപ്പ് 16 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയത് ഒക്ടോബർ 12-ന്. ഒക്ടോബർ 12-ന് വാങ്ങിക്കുന്നു. സെപ്റ്റംബർ 29-ന് തെലങ്കാന മുഖ്യമന്ത്രി പ്രോജക്റ്റ് പ്രഖ്യാപിക്കുന്നു. സെപ്റ്റംബർ 29-നാണ് പ്രോജക്റ്റ് പ്രഖ്യാപിക്കുന്നത്. രണ്ടാം ഘട്ടം തെലങ്കാനയിലെ രംഗറെഡ്ഡി ജില്ലയിലെ സീതാംപൂരിൽ ആരംഭിക്കുന്ന മെഗാ ടെക്സ്റ്റൈൽ പാർക്കിന്റെ പ്രഖ്യാപനം നടക്കുന്നത് സെപ്റ്റംബർ 29. ഒക്ടോബർ 12-നാണ് അദ്ദേഹം 16 കോടി രൂപയുടെ കിറ്റക്സ് ഗ്രൂപ്പ് 16 കോടി രൂപയുടെ ബോണ്ട് വാങ്ങിയത് എന്നത് ഓർക്കണം. സെപ്റ്റംബർ, ഒക്ടോബർ ആലോചിച്ച് നോക്കൂ. ഏതായാലും ഇത് തമ്മിൽ ബന്ധമുണ്ട് എന്ന് നമുക്ക് ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. പക്ഷേ ഈ തീയതികളും അദ്ദേഹത്തിന്റെ കമ്പനിയുടെ അല്ലെങ്കിൽ നിക്ഷേപത്തിന്റെ പ്രഖ്യാപനവും ഒക്കെ ചേർത്ത് വായിക്കുമ്പോൾ, അതും തെലങ്കാനയിലെ BRS എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ലഭിച്ച ഇലക്ട്രൽ ബോണ്ട് കൂടി കണക്ക് കൂട്ടുമ്പോൾ ചില ദുരൂഹതകൾ, സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നേ പറയാനുള്ളൂ. അതിനേക്കാളും അപ്പുറത്ത് ഏറ്റവും ദുരന്തം എന്താണ് എന്നറിയണ്ടേ? ആ ദുരന്തമാണ് 2024 മാർച്ചിൽ പ്രോജക്റ്റിന്റെ ഉദ്ഘാടനം നടക്കുമെന്നായിരുന്നു പ്രഖ്യാപിച്ചത്. ഇതുവരെയും 2 പ്രൊജക്ടിന്റെയും ഔദ്യോഗിക ഉദ്ഘാടനം നടന്നിട്ടില്ല. എന്ന് വെച്ചാൽ അവിടെ ഇപ്പോൾ BRS സർക്കാർ ഇല്ല. അവിടെ ഇപ്പോൾ ഉള്ളത് രേവന്ത് റെഡ്ഡിയുടെ കോൺഗ്രസ് സർക്കാരാണ്. BRSനെ പരാജയപ്പെടുത്തി കോൺഗ്രസ് അധികാരമേറ്റു. രേവന്ത് റെഡ്ഡിയാണ് മുഖ്യമന്ത്രി. അങ്ങനെ കോൺഗ്രസ് സർക്കാരാണ് ഇപ്പോൾ ഉള്ളത്. 25 കോടി രൂപയും BRSനാണ് നൽകിയത് എങ്കിൽ ആ 25 കോടി രൂപയും നഷ്ടത്തിലായി പോയിരിക്കുന്നു. പദ്ധതിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് എങ്കിലും ഔദ്യോഗിക ഉദ്ഘാടനം നടന്നിട്ടില്ല. ഇനിയിപ്പോൾ ഔദ്യോഗിക ഉദ്ഘാടനം നടത്തി പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ രേവന്ത് റെഡ്ഡിയുടെ സഹായം ആവശ്യമാണ്. അതിനിപ്പോൾ എന്താണ് ചെയ്യുക എന്നതായിരിക്കും ഇപ്പോൾ സാബു ജേക്കബ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ കേരളത്തിൽ ഒരു പൈസ പോലും നൽകാതെ, കാരണം CPIM ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയില്ല എന്ന് നേരത്തെ പ്രഖ്യാപിച്ചതാണ്, ഒരു ഇലക്ട്രൽ ബോണ്ടും കൊടുക്കാതെ തന്നെ 3500 കോടി രൂപയുടേതോ അതിൽ കൂടുതലോ നിക്ഷേപം നടത്താൻ കഴിയുന്ന സാഹചര്യമുണ്ടായിരുന്നു കേരളത്തിൽ. എന്നാൽ വെറും രാഷ്ട്രീയ പ്രശ്നത്തിന്റെ പേരിൽ ഇടതു മുന്നണിയെ ഒന്ന് താറടിച്ച് കാണിക്കുന്നതിനു വേണ്ടി ഒരു നാടകം കളിച്ച് ആ നാടകത്തിന്റെ ഒടുവിൽ തെലങ്കാനയിലേക്ക് പോയി പെട്ടിരിക്കുന്ന കുരുക്കുണ്ടല്ലോ, ആ കുരുക്ക് ഓർത്ത് മലയാളികൾക്ക് ഒന്ന് അറിഞ്ഞു ചിരിക്കാം. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. സാബു ജേക്കബിന്റെ ശത്രുക്കളെല്ലാം ഇതിപ്പോൾ വലിയ ആയുധമാക്കി മാറ്റിക്കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. സാബു ജേക്കബിന് ഇങ്ങനെ ഒരു കുരുക്ക് വന്ന് പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളിലൊക്കെ ഈ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സാബു ജേക്കബ് വാങ്ങിയിരിക്കുന്ന തുകയും ആ തുക എങ്ങോട്ട് പോയി എന്നും എങ്ങോട്ട് പോകാനാണ് സാധ്യത എന്നുമൊക്കെയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഏതായാലും BRSനാണ് 25 കോടി രൂപ നൽകിയിരിക്കുന്നത് എന്ന് ഏതാണ്ട് ഉറപ്പാണ്. ഇനി 25 കോടി രൂപ മുഴുവൻ BRSന് ലഭിച്ചില്ലെങ്കിലും അതിലൊരു വലിയ തുക BRSന് ലഭിച്ചിരിക്കുമെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. അതൊന്നുമില്ലാതെ, അത്തരമൊരു കുരുക്കുകളൊന്നുമില്ലാതെ നിയമപ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് എല്ലാ കൃത്യമായ രീതിയിലാണ് നടക്കുന്നതെങ്കിൽ, ഒരു തെറ്റായ രീതിയിൽ നടത്താൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ കേരളത്തിൽ അദ്ദേഹത്തിന് ഈ 3500 കോടി രൂപയുടെ നിക്ഷേപം നടത്താമായിരുന്നു. സുഖമായി കേരളത്തോടൊപ്പം നിൽക്കാമായിരുന്നു. പക്ഷേ രാഷ്ട്രീയം കളിച്ച്, രാഷ്ട്രീയം മാത്രം മനസ്സിൽ കണ്ട് ഇടതു മുന്നണിയെയും ഇടതു മുന്നണിയിലെ വ്യവസായ മന്ത്രി P. രാജീവിനെയും ഒക്കെ ഒന്ന് നാണം കടത്തി കളയാം എന്ന് കരുതി ഇവരൊക്കെ എൻ്റെ വീട്ടിൽ നേരത്തെ വന്ന് നിൽക്കുന്നവരാണ്, ഇപ്പോൾ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള അഹങ്കാരം കൊണ്ട്, ധാർഷ്ട്യം കൊണ്ടൊക്കെ അദ്ദേഹം കാട്ടിക്കൂട്ടിയത് വിനയായി എന്ന് അദ്ദേഹത്തിന് ഇപ്പോൾ തോന്നുന്നുണ്ടാകണം. അതൊക്കെയാണ് ഇപ്പോൾ ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പ്, ഇത്രയും പണം ചെലവഴിച്ച് പദ്ധതി ആരംഭിച്ച് ഇതുവരെയും ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കിറ്റക്സ് ഗ്രൂപ്പ് ഉള്ളത് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.